എന്തായാലും ഇന്ന് ഗോവർദ്ധന്റെ ജാമ്യ ഹർജി ഹൈക്കോടതിക്ക് മുൻപിൽ വന്നിരുന്നു. അപ്പോൾ അതിൽ SITയുടെ വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. ജാമ്യ ഹർജികൾ ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനാണ് ശബരിമലയിലെ ബാക്കി വന്ന സ്വർണം വാങ്ങിയതെന്നാണ് നിലവിലെ SITയുടെ കണ്ടെത്തൽ. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? ആര്യ, ഇത് അവധിക്കാല കോടതിയാണ്. അതുകൊണ്ട് തന്നെ വിശദമായ നടപടിക്രമങ്ങളിലേക്ക് കോടതി പോയില്ല. 2 ജാമ്യ ഹർജികളാണ് ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. ഗോവർദ്ധൻ 2 കേസുകളിലും പ്രതിയാണ്. ആ ജാമ്യ ഹർജികൾ കോടതി ഓട്ടോമാറ്റിക്കായി തന്നെ അത് PP-യുടെ ഇൻസ്ട്രക്ഷന് വേണ്ടി വിടുകയാണ് ചെയ്തത്. അതായത് സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുന്നു. അടുത്ത 30-ന് അവധിക്കാല ബെഞ്ച് തന്നെയായിരിക്കും വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ സർക്കാർ, അതായത് SIT കോടതിയിൽ ഈ ബെയിൽ ആപ്ലിക്കേഷനിലുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കണം. എന്തായാലും ഈ SIT ഈ ബെയിൽ ആപ്ലിക്കേഷനെ ശക്തമായി എതിർക്കാനാണ് സാധ്യത. അവിടെ ഇപ്പോൾ ഈ ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന പല വാദങ്ങളുമുണ്ട്, ചില പുതിയ വെളിപ്പെടുത്തലുകളുണ്ട്. അതിനെല്ലാമുള്ള മറുപടി SITക്ക് 30-ന് ഹൈക്കോടതിയിൽ നൽകേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 474 ഗ്രാം സ്വർണമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ശേഷം ബാക്കി വന്നത്. ആ 474 ഗ്രാം സ്വർണം ഈ ഗോവർദ്ധൻ വാങ്ങി എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗോവർദ്ധൻ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ 474 ഗ്രാം സ്വർണത്തിന് പകരമുള്ള സ്വർണമാണ് ബെല്ലാരിയിൽ പോയി ഈ അന്വേഷണ സംഘം കണ്ടെടുത്ത് കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. ഗോവർദ്ധൻ പറയുന്നത് ഈ 474 ഗ്രാം സ്വർണത്തിനുള്ള പണം താൻ ദേവസ്വം ബോർഡിന്റെ തന്നെ തത്തുല്യമായ പണം കൈമാറിയിട്ടുണ്ട്. 5 DDകളിലായി 9,99,995 രൂപ 2019 ഒക്ടോബർ മാസത്തിലെ അവസാന ആഴ്ചയിൽ കൈമാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു വലിയ സ്വർണ്ണഹാരം, അതായത് ഏതാണ്ട് 2,73,000 രൂപയോളം ചെലവ് വരുന്നു. അതിന് ഒരു 43,000 രൂപയുടെ ഇൻഷുറൻസും എടുത്തു കൊടുക്കുന്നു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ. അങ്ങനെ ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ താൻ തിരികെ ദേവസ്വം ബോർഡിന് തന്നെ നൽകുകയാണ് ചെയ്തത്. താൻ ഈ പണം എടുത്തിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് വിശദമായ വാദത്തിലേക്ക് കടന്നിട്ടില്ല. ഇനി SIT എന്ത് നിലപാടെടുക്കും? സ്വാഭാവികമായും ജാമ്യത്തെ എതിർക്കാൻ തന്നെയാണ് സാധ്യത. ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.